കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചന്ദ്രൻ്റെ പടം എടുക്കുന്നത്. ഇതുകൊണ്ട് ചന്ദ്രൻ്റെ ചുറ്റും ഒരു വലയം പോലെ കണ്ടോ, വളയം പോലെ ഇങ്ങനൊരു, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ടതാ, ചന്ദ്രനെ നോക്കിയപ്പോൾ കണ്ടോ ഒരു വട്ടം പോലെ കണ്ടോ, അതിങ്ങനെ ചുറ്റുമുണ്ട്. ഇവിടെ മരങ്ങളുടെയും കൂടെ ഇത് വരുന്നത് കൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, അതെന്താണോ എന്തോ അങ്ങനെ വരുന്നത്. നന്നായിട്ട് കാണാത് എന്താണോ എന്തോ അങ്ങനെ വരുന്നത്. എന്താ കൃത്യവട്ടം കാണാം ഇങ്ങനെ. അതുകൊണ്ടോ ഒരു വട്ടം കണ്ടോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കൊണ്ടായി ഇങ്ങനെ വരുന്നതേ, അനക്കം വരുന്നതേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വട്ടം കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല, സൂം ചെയ്താൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. കണ്ടോ, ഇങ്ങനെ ചുറ്റും കൃത്യം ഒരു വട്ടമായിട്ടാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, ചുറ്റും കാണുന്നുണ്ട്. എന്താണോ എന്തോ എനിക്കറിയില്ല. ഇനി ഇത് ക്ലൗഡ്സ് ആയിരിക്കുമോ? മേഘങ്ങളും അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അത് കൃത്യം മട്ടമായിട്ടായിരുന്നു. ഇപ്പം അത് പതുക്കെ പതുക്കെ കുറച്ചുകൂടെ അങ്ങ് വലുതായി. അത് ക്ലൗഡ്സും പോകുന്നുണ്ട്. ഉണ്ടാ ചന്ദ്രനെ മറിച്ച് ക്ലൗഡ്സ് ആയിരിക്കുമോ? പക്ഷെ കൃത്യം നല്ല വട്ടമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ തോന്നിയത്. ഇപ്പോൾ സമയം 11:30 ആകാറായേ. ഒരു 10:30 ആയപ്പോഴാണ് ഞാൻ ആദ്യം കണ്ടത്. ഇത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ വട്ടം? കണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ മരത്തിൻ്റെയൊക്കെ മറവുള്ളതുകൊണ്ട് ഞാൻ മുമ്പേ കുറേ കൂടെ താഴോട്ട് പോയി നിന്നാണ് എടുത്തത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അറിയാനൊരാകാംക്ഷയുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ഭാഗത്തെയൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കൃത്യമായിട്ട് ഒരു ഭാഗത്തെ ഒന്നും കാണുന്നില്ല, കുറച്ച് ഭാഗത്ത്. ഇപ്പം ഞാനിവിടുത്തെ ലൈറ്റ് കെടുത്തിയേ, ഞങ്ങളുടെ സിറ്റ് ഔട്ടിലുള്ള ലൈറ്റ് കെടുത്തിയിട്ട് ഇനി അന്നേരം കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. ഇപ്പോഴും നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നിയത്. അത്ഭുതമല്ല, ഒരു കൗതുകം, അറിയാനൊരു ആകാംക്ഷയും.